മഹാത്മാഗാന്ധിയെ കൊന്നതാരാണ്? ചെറുപ്പം മുതൽ നമ്മൾ പറഞ്ഞു കേട്ട് പഠിച്ചത് ഗോഡ്സെ എന്നാണ്. മതഭ്രാന്തനായ ഒരു ഫനാറ്റിക് നാഥൂറാം വിനായക് ഗോഡ്സെ. ഇന്ത്യാ ചരിത്രവും പാഠപുസ്തകങ്ങളും ക്ലാസ് മുറികളും പ്രസംഗങ്ങളും അത് ആവർത്തിച്ചു. ഇതിനിടയിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടു. സിഖ് തീവ്രവാദികളാണ് കൊല ചെയ്തത് എന്ന് സകലർക്കും അറിയാം. പിന്നീട് രാജീവ് ഗാന്ധിയും കൊല്ലപ്പെട്ടു. കൊന്നത് തമിഴ് പുലികൾ എന്ന ഭീകരവാദികളാണ്. അതിലും ആർക്കും സംശയമില്ല. വീണ്ടും ആദ്യത്തെ ചോദ്യത്തിലോട്ട് വരട്ടെ. മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണ്? ഗാന്ധി വധക്കേസിൽ നാഥൂറാം വിനായക് ഗോഡ്സെയ്ക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട ആളുടെ പേര് പോലും നമ്മളിൽ ഭൂരിപക്ഷത്തിനും ഓർമ്മ കാണില്ല. അപ്പോൾ പിന്നെ ബാക്കി പ്രതികളുടെ കാര്യം പറയാനുണ്ടോ? എന്തുകൊണ്ടാണ് ഹിന്ദു ഭീകരവാദികളാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ വധിച്ചത് എന്ന് നാം പറയാത്തത്? അത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദ പ്രവർത്തനമാണ് എന്ന കാര്യം നമ്മൾ മറന്നുപോയത് എന്തുകൊണ്ടാണ്? ഗോഡ്സെ എന്ന ഒറ്റ പേരിന്റെ മറവിൽ സംഘപരിവാരവും ഹിന്ദു മഹാസഭയും ഒളിച്ചതെങ്ങനെയാണ്? എല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു. ഗോഡ്സെ കോടതിയിലുടനീളം വാദിച്ചത് താൻ ഏകനായി എടുത്ത തീരുമാനമാണ്, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന വാദമാണ്. അതായിരുന്നു അവരുടെ ഔദ്യോഗിക ഭാഷ്യം. ആ നിലയിൽ ഗാന്ധി കൊലക്കേസ് തീരണമെന്നായിരുന്നു അയാളുടെ അന്ത്യാഭിലാഷം. നാം അത് ചരിത്രം കൊണ്ട് സാധിച്ചു കൊടുത്തു. മഹാത്മാവിന്റെ ചോര കഴുകിക്കളഞ്ഞ് മുഖം മൂടിയിട്ട് ഗോഡ്സെയുടെ കൂട്ടുപ്രതികളും ഗൂഢാലോചനക്കാരും അനുയായികളും വന്ന് രാജ്യത്തിന്റെ ഭരണം പിടിച്ചത് അങ്ങനെയാണ്. മഹാത്മാഗാന്ധിയെ കൊന്നത് ആരാണ് എന്ന ചോദ്യം വീണ്ടും ചോദിച്ച് ശരിയായ ഉത്തരം നാം ഉറക്കെ പറയണം. ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരവാദികൾ ആരാണ് എന്ന് ഉത്തരം കിട്ടുമ്പോൾ ഇപ്പോൾ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഒരു തെളിച്ചമുണ്ടാകും. നമ്മുടെ നാവിലും തലച്ചോറിലും ഹിന്ദുത്വ ഭീകരത എന്ന യാഥാർത്ഥ്യം പതിഞ്ഞിരിക്കണം. ഇന്ന് ഗാന്ധിജി ഗോഡ്സെയുടെ തോക്കിനിരയായി രക്തസാക്ഷിയായ ദിവസമാണ്. ഇത്രയും നാൾ ഇന്ത്യയെ ഒരു മതേതര രാജ്യമായി നിലനിർത്തിയത് ഗാന്ധിജിയുടെ ചോരയായിരുന്നു. പുറം ലോകത്തിന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്നും ഗാന്ധിജിയുടെ നാടാണ്. ഗാന്ധിജിക്ക് വെടിയേൽക്കുമ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്ന മൗണ്ട് ബാറ്റൻ തൊട്ടടുത്ത ഒരു സ്ഥലത്തു തന്നെ ഉണ്ടായിരുന്നു. സംഭവം നടന്നു എന്ന് കേട്ട ഉടൻ നിമിഷങ്ങൾക്കകം അദ്ദേഹം അവിടെ കുതിച്ചെത്തി. എത്തിയ ഉടൻ അവിടെ തടിച്ചുകൂടിയ ജനക്കൂട്ടത്തെ നോക്കി അദ്ദേഹം പരമാവധി ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഗാന്ധിജിയെ കൊന്നത് ഒരു ഹിന്ദുവാണ്. ആരാണ് കൊന്നത് എന്ന് അദ്ദേഹത്തിന് സത്യത്തിൽ അപ്പോൾ അറിയില്ലായിരുന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, കൊന്നതൊരു മുസ്ലിം ആയിരുന്നെങ്കിൽ രാജ്യം മുഴുവൻ നിരപരാധികളായ മുസ്ലിങ്ങളുടെ ചോരപ്പുഴകൾ ഒഴുകുമായിരുന്നു എന്നാണ്. അതൊഴിവാക്കാൻ വേണ്ടിയാണ് സത്യം അറിയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് എന്ന്. ആകാശവാണി വാർത്ത പുറത്തുവിട്ടത് ഗാന്ധിജിക്ക് വെടിയേറ്റു, കൊന്നത് ഒരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മൗണ്ട് ബാറ്റന്റെ അതേ ഉദ്ദേശത്തോടെ. ഗാന്ധി വധത്തിനു ശേഷം മഹാരാഷ്ട്രയിലെ ബ്രാഹ്മണർക്കെതിരെ വളരെ ഒറ്റപ്പെട്ട ഏതാനും ചില ആക്രമണങ്ങൾ മാത്രമാണ് നടന്നത്. ഗാന്ധിജിയുടെ വധത്തിൽ RSSന് പങ്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗാന്ധി വധം RSSന് ഒരു ഗുണവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ വളർച്ചയെ പതുക്കെയാക്കുകയും ചെയ്തു. ഗാന്ധിജി ജീവിച്ചിരുന്ന സമയത്തും ഒരു 10-20 വർഷം മുമ്പ് വരെയും ഗാന്ധിജിയോട് ഭക്തിക്ക് തുല്യമായ ആദരവും ബഹുമാനവും ജനസാമാന്യത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധി വധത്തിന് കാരണമായി പറയപ്പെടുന്ന സംഘടനയെ ഒരുപാട് ജനങ്ങൾ അകറ്റി നിർത്തി. ചുരുക്കി പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചോരയാണ് ഇന്ത്യയെ ഇത്രയും നാൾ മതേതരമായി നിലനിർത്തിയത്. പക്ഷേ മഹാത്മാക്കളുടെ ചോരക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട്. വിഭജനത്തിന് ശേഷമുള്ള 10-20 വർഷങ്ങളിൽ ഉണ്ടായിരുന്നതിന്റെ 100 ഇരട്ടി മുസ്ലിം വിദ്വേഷം ഇന്നുണ്ടെങ്കിൽ അതിന് കാരണം ഗാന്ധിജിയുടെ ചോരയുടെ കാലാവധി കഴിഞ്ഞു എന്നതാണ്. ഗാന്ധിജി കൊല്ലപ്പെട്ടില്ലായിരുന്നെങ്കിൽ നെഹ്റു മരണപ്പെട്ട വർഷമായ 1964 തന്നെ ഭരണം പിടിച്ചെടുക്കാൻ തക്കമായ രീതിയിൽ RSSന്റെ രാഷ്ട്രീയ സംഘടന വളർന്നേനെ. വിഭജനവും അതിന്റെ കെടുതികളും അനുഭവിക്കുന്ന സമയത്താണ് ഗാന്ധിജി ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ പോലെ തുല്യ പൗരന്മാരാണ് എന്ന് പറഞ്ഞത്. പാകിസ്ഥാന് നൽകാനുള്ള തുക നൽകാൻ ഇന്ത്യൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ട് നിരാഹാരം കടന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ വാദങ്ങൾ അന്നത്തെ പൊതുസമൂഹത്തിന് സ്വീകാര്യമായിരുന്നു. എന്നാൽ ഇന്ന് അത്തരമൊരു കാര്യം നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവില്ല. തിരിച്ച് ഗാന്ധിവാദത്തിലേക്ക് വരികയാണെങ്കിൽ താൻ ചിലപ്പോൾ കൊല്ലപ്പെടുമായിരിക്കാം എന്ന ധാരണ ഗാന്ധിജിക്കുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വധിക്കപ്പെടുന്നതിന് മുമ്പുള്ള ദിവസം ഗാന്ധി സഹായിയായ മനുവിനോട് പറഞ്ഞു, ഞാൻ രോഗബാധിതനായാണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ ആരെങ്കിലും എനിക്ക് നേരെ ബോംബെറിയുകയോ അല്ലെങ്കിൽ എൻ്റെ മാറിലേക്ക് നിറയൊഴിക്കുകയോ ചെയ്യുകയും
ഒരു ഞരക്കം പോലുമില്ലാതെ ചുണ്ടിൽ ദൈവനാമത്തോടെ ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. ഒടുവിൽ ഗാന്ധി ഇതുകൂടി കൂട്ടിച്ചേർത്തു, ഇന്ത്യക്ക് അത് ഗുണകരമായിരിക്കും. അതെ, ആ രക്തസാക്ഷിത്വമാണ് ഇത്രയും കാലമെങ്കിലും ഇന്ത്യയെ കാത്തത്. ഇനി എത്ര നാൾ എന്ന ചോദ്യം തന്നെ ഇപ്പോൾ അപ്രസക്തമാണ്. हिंदुस्तान के एक कोने में भी हो तो मैं कहूँगा कि हमारी हुकूमत को शर्मिंदा होना है और हमको भी शर्मिंदा होना है। इसलिए मेरी उम्मीद तो ये रहेगी कि उसको वो निकाल दे। आखिर की एक बात कहकर मैं ख़त्म करूँगा। सुना मैंने आज सुना, अखबार तो में वो तो कहीं भी चलता है, ऐसे हम डर जाएंगे तो सचमुच यहाँ कोई हो जाए तो हमारा हाल कैसा होगा। सुनो 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 सब सुनो, कुछ नहीं हुआ है।